വാവ്! ഇത് ശരിക്കും ഒരു ഡിഫറെൻറ്റ് പീസസ് ആണ് കേട്ടോ. നല്ല രസമുള്ള കളേഴ്സിൻ്റെ അകത്ത്. എനിക്ക് ജാംദാനി ഡിസൈൻ വീവിങ്. അപ്പം ഞാനിത് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം കേട്ടോ അതിൻ്റെ ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്, ചന്തേരി ഫാബ്രിക്കിൻ്റെ അകത്ത്. വി ഹാവ് എ യുണീക്ക് ഡിസൈൻ ഫോർ ഷുവർ. യോക്ക് പാറ്റേണിൻ്റെ അകത്താണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഇത് ആദ്യം വിചാരിച്ചത് ഇതിൻ്റെ ലോ പോർഷനിലോട്ട് പോകുന്ന സ്റ്റൈലിലാണ് വരുന്നതെന്നാണ്. ഇത് യോക്കിൻ്റെ അകത്ത് ജാംദാനി വീവിങ്ങിൽ ത്രെഡും ജെറിയുമായിട്ടുള്ള കോൺട്രാസ്റ്റ് ത്രെഡും ജെറിയായിട്ടുള്ള കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ലോവർ ഹെമ്മിൻ്റെ അവിടെ ഒരു ബോർഡർ ഡീറ്റെയിലിങ് വരുന്നുണ്ട്, സ്ലീവ്സിന് വരുന്നുണ്ട്. അപ്പം നമുക്കിത് സ്ലീവൊക്കെ ഇതിൻ്റെ അകത്ത് ലോങ്ങറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം. ഇവിടെ ഒരു കട്ട് മാർക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് പാനലിന് വേണ്ടിയിട്ടാണ്. ബാക്ക് പാനൽ എൻഡ്സ് ഹിയർ കണ്ടോ. ആൻഡ് സ്ലീവ്സ് നമുക്ക് എത്ര ലോങ് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുള്ള ചന്തേരിക്കകത്ത് വന്നിട്ടുള്ള കംഫർട്ടബിൾ ലുക്കാണ്. ബ്യൂട്ടിഫുൾ കുറച്ച് ഷെയ്ഡ്സിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2799 ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ദുപ്പട്ട ഈസ് ഓൾസോ ഹാവിങ് സംതിങ് റിയലി നൈസ്. സെറ്റൂണാണ് ഇതിൻ്റെ കൂടെ ബോട്ടമായിട്ട് പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹെവിയർ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ അകത്ത് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ലുക്ക്. ശരിക്കും ഒരു ഡിഫറെൻറ്റ് പീസാണ് കേട്ടോ. നല്ല രസമുള്ളൊരു മാൻ ഡിസൈനും ആൻഡ് അതിൻ്റെ വൺ എഡ്ജിലായിട്ട് അതിങ്ങനെ ദിസ് ഇസ് ലൈക്ക് പെയിൻറ്റിങ്. അത്ര ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ആ ഒരു ബോർഡർ ഡീറ്റെയിലിങ് അങ്ങനെ കർവ്ഡ് ആയിട്ട് വന്നിട്ട് വിത്ത് ഡിയർ ആൻഡ് ബേർഡ് ഡിസൈൻസ്. അതിൻ്റെ ടാസിലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇൻ്റർലേസ് ചെയ്ത് നോട്ട് ചെയ്തേക്കുക. രണ്ട് സൈഡിലും ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്, സെയിം പാറ്റേൺ. ആൻഡ് ഇൻസൈഡ് പോർഷനും നീറ്റാണ് കേട്ടോ. ല്യൂറക്സ് യാൻസ് ആണ്, ജെറി എന്ന് പറയുമ്പോൾ ല്യൂറക്സ് യാൻസ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക് ഇൻ ഗ്രീൻ ഷെയ്ഡ്. ഇനി നമുക്ക് സെറ്റൂണാണ് കേട്ടോ, സെയിം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സെറ്റൂണാണ് അതിൻ്റെ ബോട്ടമായിട്ട് പെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. മുന്നത്തെ അകത്ത് ഗ്രേ ആയിരുന്നു, ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇത് വരുന്നത് കുറച്ച് ഇതിനകത്ത് ലാവൻഡറാണ് ഫുള്ളായിട്ട്, ആ ഡാർക്ക് വയലറ്റ് ഷെയ്ഡിലാണ് അതിൻ്റെ ആ ഒരു വീവിങ് പാറ്റേൺ കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ലുക്ക് ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. അപ്പോൾ ഇതിൻ്റെ കോഡ്സ് വരുന്നത് LV 207 തൊട്ട് 210 വരെയുള്ള കോഡ്സിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഓൺലി അറ്റ് 2799. ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഗെറ്റ് യുവർ പീസ്. അതിൻ്റെ ലാവൻഡറിൻ്റെ ലുക്ക് വരുന്നത് സെയിം ഷെയ്ഡ്, സെറ്റൂൺ ബോട്ടം. And then we have a beautiful tone of yellow. ഇതാണ് അതിൻ്റെ യെല്ലോവിൻ്റെ ഷെയ്ഡ് വരുന്നത്. സോ ദിസ് ഇസ് ഓൾസോ വെരി പ്രിറ്റി. നല്ല ഭംഗിയുള്ള ഒരു ടോൺ ഓഫ് യെല്ലോ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് എ പിങ്ക് ഷെയ്ഡ്. സെറ്റൂണാണ് ബോട്ടം വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെ അകത്തും. ആൻഡ് ഇതിൽ നമുക്കൊരു വയലറ്റ് ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു വീവിങ് പാറ്റേൺ വന്നിരിക്കുന്നത്. നമ്മളുടെ യെല്ലോയിലും ഗ്രീനിൻ്റെ അകത്തും ഗ്രേ ആയിരുന്നു. ഈ ഒരു ലാവൻഡറിൻ്റെ അകത്തും പിങ്കിൻ്റെ അകത്തും നമുക്കൊരു ഇതൊരു പീച്ചിറ്റിൻ്റെ വരുന്ന പിങ്ക് ഷെയ്ഡാണ്. ഇതിനകത്ത് രണ്ടിലും നമുക്ക് ആ ഒരു വയലറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ലുക്ക്. I love this collection. This is actually very pretty and unique. നമ്മളൊന്ന് ട്രൈ ഔട്ട് ചെയ്യേണ്ട ലുക്കാണ്. ചെക്ക് ഇറ്റ് ഔട്ട്. സ്റ്റൈലിഷ് ലുക്കിൽ ഒരു സെമി ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്ത സെറ്റ്. ഞാൻ വെയർ ചെയ്തേക്കുന്ന ഒരു ഡാർക്ക് ഷെയ്ഡിലാട്ടോ വന്നേക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡ്. അതിൻ്റെ കൂടെ ഒരു ഡാർക്ക് മെറൂൺ ആട്ടോ. അതിനകത്തൊരു ബ്ലോക്ക് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ്, അതിനൊരു ഹൈനെക്ക് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. പിൻഡക്ക് ഡീറ്റെയിലിംഗ്, അതിനകത്ത് തന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കാന്തയുടെയും സീക്വൻസിൻ്റെയും ഒക്കെ ഒരു വീവിങ് സ്റ്റൈൽ. ആ ഒരു സെയിം ലുക്കാണ് ഇവിടെയും കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഏലിയൻ ലുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇത് സ്ലിറ്റഡ് ലുക്കിലാണ് വന്നേക്കുന്നത്.
വന്നേക്കുന്നത് ഇവിടെ ഒരു ഗ്യാദർ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് അതിന് ഇതിൻ്റെ ബോട്ടം വന്നേക്കുന്നത് സ്ട്രൈറ്റ് ഫിറ്റിൽ വന്നേക്കുന്ന ബോട്ടം, ഫ്രണ്ട് ഫ്ലാറ്റ് ബാക്ക് എലാസ്റ്റിക് ലുക്കിൽ വന്നേക്കുന്ന ബോട്ടം കേട്ടോ. 3/4 സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നേക്കുന്ന കളക്ഷൻ NCF 246, പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 1399. നെക്സ്റ്റ് വന്നേക്കുന്നത് കുറച്ചും കൂടി നമുക്കൊരു ഗോൾഡ് ടച്ചിലൊക്കെ വന്നേക്കുന്ന ഒരു ട്രഡീഷണൽ ലുക്കിൽ വന്നേക്കുന്ന കോട്ടൺ സെറ്റ് ഇതാട്ടോ. ലുക്ക് വരുന്നൊരു പിങ്ക് ഷെയ്ഡ്, കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പിങ്ക് ഷെയ്ഡ്. അതിനകത്ത് വൈറ്റ് നമ്മുടെ ഗോൾഡിൻ്റെ ഒരു കോമ്പിനേഷൻ, ഒരു ഡീപ്പ് വി, അതിനകത്ത് ഫോയിൽ പെയിൻറ്റിങ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുകയാണ്. 3/4 സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇതും കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ള. ഇതിൻ്റെ ബോട്ടം വന്നേക്കുന്നത് സ്ട്രൈറ്റ് ഫിറ്റിൽ വന്നേക്കുന്ന ബോട്ടം വിത്ത് എലാസ്റ്റിക് ഡീറ്റെയിലിംഗ്. ഇതിൻ്റെ ടോപ്പ് ബോട്ടത്തിൻ്റെ എൻഡിലും ഈ ഒരു ഫോയിൽ പെയിൻറ്റിങ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ട ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നേക്കുന്ന നമ്മുടെ ബൾക്ക് കോട്ടൻ്റെ ഒക്കെ ഒരു സിമിലർ ലുക്കിൽ വന്നേക്കുന്ന ദുപ്പട്ട, അതിലും ഒരു ഫോയിൽ ഡീറ്റെയിലിംഗ് കൊടുത്തേക്കുവാണ് ഇതാട്ടോ. ടോട്ടൽ ലുക്ക് വരുന്നത്, ഇതിൻ്റെ കോഡ് വരുന്നത് NCF 250, പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 2199. നെക്സ്റ്റ് എടുത്തേക്കുന്നതും ഒരു മെറൂൺ ഷെയ്ഡിലാണ്. ഇത് കുറച്ചൊന്ന് ലൈറ്റ് ഷെയ്ഡിൽ വന്നേക്കുന്ന മെറൂൺ. ഇതിൽ സ്ക്രീൻ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്, ഒരു വി നെക്ക് ഡീറ്റെയിലിംഗ്. ഞാൻ അതിനകത്ത് തന്നെ സെറീൻ്റെയും മിറേഴ്സിൻ്റെയും ഒക്കെ ഒരു ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ആ ഒരു നെക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആട്ടോ. ആൻഡ് 3/4 സ്ലീവ്, ഇതൊരു A-ലൈൻ കട്ടിലാണ് ഈ ഒരു ലുക്ക് വന്നേക്കുന്നത്. ഇത്രയും ഫ്ലെയർഡ് ആയിട്ട് വന്നേക്കുന്ന A-ലൈൻ ലുക്ക്. ആൻഡ് ഇതിൻ്റെ ബോട്ടവും ദുപ്പട്ടയും സെയിം പ്രിൻറ്റ് ഡീറ്റെയിലിങ്ങിലാണ് വന്നേക്കുന്നത്. സ്ട്രൈറ്റ് ഫിറ്റ് ബോട്ടം വിത്ത് എലാസ്റ്റിക് ലുക്ക്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ടയിൽ നമ്മുടെ ആ ഒരു ബോട്ടത്തിൻ്റെ സെയിം പ്രിൻറ്റിൽ വന്നേക്കുന്ന ദുപ്പട്ട കേട്ടോ. ടോട്ടൽ ലുക്ക് വരുന്നത്, ഇതിൻ്റെ കോഡ് വരുന്നത് NCF 248, പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 2199. ചെക്ക് അവർ വെബ്സൈറ്റ് www.aham.store. കട്ട് വർക്ക് സാരീസ്, ട്വൈൻ കട്ട് വർക്ക് സാരിയാണ് കേട്ടോ. നോൽ ടെസ ഫാബ്രിക്കിൽ 3 കളറിൽ പ്രിൻറ്റ് ചെയ്ത് വന്നേക്കുന്നത്, 3D ഷെയ്ഡിൽ വരുന്ന 3D ഡൈയിൽ വരുന്ന സാരിയാണ്. 3 കളേഴ്സ്, യെല്ലോ, പിങ്ക് ആൻഡ് പീച്ച്, 3 കളേഴ്സിൽ ഭംഗിയായിട്ട് വരുന്ന സാരി. അതിൽ ട്വൈൻ കട്ട് വർക്ക് ചെയ്തേക്കാണ്. ഫുൾ സാരിയിൽ ഇതുപോലെ സ്കാലപ്പ് ഡീറ്റെയിലിംഗ് 2 കളേഴ്സിലാണ് സ്കാലപ്പ് ചെയ്തേക്കുന്നത്. അപ്പർ ബോർഡറിൽ വരുന്ന പിങ്ക് ഷെയ്ഡിനോട് കളർ കോർഡിനേറ്റഡ് ആയിട്ടും, അതുപോലെ തന്നെ ലോവർ ബോർഡറിൽ വരുന്ന പീച്ചിനോട് കളർ കോർഡിനേറ്റഡ് ആയിട്ടും. പീച്ച് കളർ തന്നെയാണ് എംബ്രോയിഡറി വന്നേക്കുന്നത്. ആൻഡ് സെയിം ടോൺ ടു ടോൺ ആണ് ട്വൈൻ കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത് കേട്ടോ. ഫുൾ സാരി ഇതുപോലെയാണ് വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ്. ആൻഡ് ഇതിൽ ട്വൈൻ കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് അലോങ് വിത്ത് ആ ഒരു 3D, അതായത് മൾട്ടിപ്പിൾ ഷെയ്ഡ്സിൻ്റെ ഒരു ഭംഗിയില്ലേ, അങ്ങനെ ഒരു ഭംഗിയിൽ വരുന്ന സാരി. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് മെറ്റീരിയൽ ഈ സെയിം പീച്ച് ടോണിൽ തന്നെ വരുന്ന ബ്ലൗസ് മെറ്റീരിയലാണ്. TC 347 ആണ് പ്രോഡക്റ്റ് കോഡ് വരുന്നത്. 12,399 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഇനി ബ്ലൗസ് മെറ്റീരിയൽ ഒന്ന് കാണാം. ഈ ഒരു ഫാബ്രിക്കിൻ്റെ കൂടെ, ഈ ഒരു സാരിയുടെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് മെറ്റീരിയലാണ് കേട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവ് എഡ്ജസിലും ഇതുപോലെ കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കാണ്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു സ്കാലപ്പിൽ കൂടെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേസ് ഫിനിഷുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് പോലെ നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവ് എഡ്ജും ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് ബ്ലൗസിൻ്റെ എഡ്ജ് ഫിനിഷിങ് വരുന്നത്. 2 സ്ലീവ്സിൻ്റെ എഡ്ജിലും ഇതുപോലെയുള്ള ഡിസൈൻ ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത് കണ്ടോ. 2 സ്ലീവ്സിൻ്റെ എഡ്ജിലും. നോയൽ ടെസർ സാരി ആയതുകൊണ്ട് തന്നെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കംഫർട്ടബിൾ വെയർ, അല്ലെങ്കിൽ നോയൽ ടെസർ ആയതുകൊണ്ട് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. നമുക്ക് ഭംഗിയായിട്ട് വെയർ ചെയ്യുകയും ചെയ്യും. ഇത് 1 ലെയർ ആയിട്ടും അല്ലെങ്കിൽ പ്ലീറ്റഡ് ആയിട്ട് ഒരു കെയർലെസ് പ്ലീറ്റൊക്കെ ചെയ്തിട്ട് ഉടുക്കാനും ഒക്കെ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ. TC 347 ആണ് പ്രോഡക്റ്റ് കോഡ് വരുന്നത്. ഇനി ഒരു റീസ്റ്റോക്ക് അപ്ഡേറ്റ് കൂടി ആട്ടോ. നമ്മൾ ഓർഗൻഡി സാരിയിൽ ചെയ്തിരുന്ന ട്വൈൻ കട്ട് വർക്ക് ചെയ്തിരുന്ന സാരിയാണ്. ഇതിൽ പ്ലേസ്മെൻറ്റ് കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ആൻഡ് ഇതിൽ കണ്ടോ, നേരത്തെ നമ്മൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രോഡക്റ്റ് കോഡ് TC 1035899 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഇത് പ്ലേസ്മെൻറ്റ് കട്ട് വർക്ക് ആണ് വന്നിരിക്കുന്നത്. പ്ലേസ്മെൻറ്റ് കട്ട് വർക്ക് പല്ലുവിൻ്റെ എഡ്ജസിൽ ഇതുപോലെ ഒരു ജോയിൻറ്റ് ഫിനിഷൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന കട്ട് വർക്ക് സാരി. ഓർഗൻഡി ഫാബ്രിക് ആണ്. ഓർഗൻഡിയിൽ
ഡബിൾ ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് വരുന്ന ഓർഗൻഡി സാരി, എന്നിട്ട് ഇതുപോലെ പ്ലേസ്മെൻറ്റ് കട്ട് വർക്ക് വന്നേക്കാണ്. രണ്ട് ഫ്രണ്ടിൽ പ്ലീറ്റ് ചെയ്ത് ഉടുക്കുമ്പോഴും അല്ല വൺ ലെയർ ആയിട്ട് ഉടുക്കുവാണെങ്കിലും കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ഇതിലെ ആ ഒരു പ്ലേസ്മെൻറ്റ് വന്നേക്കുന്നത്. TC103 5899 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് സെയിം ഓർഗൻഡി ഫാബ്രിക്കിലുള്ള ബ്ലൗസാണ്. ബ്ലൗസിൻ്റെ രണ്ട് സ്ലീവ് എഡ്ജിലും ഇതുപോലൊരു ചെറിയ ഫ്ലോറൽ പാറ്റേണും സ്കാലപ്പ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്കാലപ്പ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ സ്കാലപ്പ് ത്രൂ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലേസ് ഫിനിഷുള്ള സ്ലീവ്സിൻ്റെ എഡ്ജസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അടുത്ത സാരി. അപ്പോൾ നമ്മളിന്ന് രണ്ട് സാരീസാണ് കണ്ടത്. ഒന്ന് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നത് ഫുൾ സാരിയിൽ ബോർഡർ ഫുള്ളായിട്ട് കട്ട് വർക്ക് സ്കാലപ്പ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. റൈറ്റ് ലെഗ് പോർഷനിൽ ഒരു ഡിസൈനും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ രണ്ട് സാരീസാണ് കണ്ടത്. രണ്ടും കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന സാരിയാണ്. ഒന്ന് 3D കളേഴ്സിൽ വന്നേക്കുന്ന നോയൽ ടെസർ സാരി വിത്ത് ബോർഡർ, രണ്ട് ബോർഡറിലും ഫുൾ കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന സാരിയാണ്. ഇതിൻ്റെ കോഡ് വരുന്നത് TC347 ആൻഡ് പ്രൈസ് വരുന്നത് 12,399 ആണ് പ്രൈസ് വന്നിരുന്നത്. ആൻഡ് ഇതിൻ്റെ കൂടെ നമ്മൾ കണ്ടത് TC103 5899 പ്രൈസ് റേഞ്ച് വരുന്ന സാരിയാണ് കേട്ടോ. രണ്ടിൻ്റെയും ഡ്രേപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store.